ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനയെ ശക്തമായി തള്ളി റഷ്യ രംഗത്തെത്തി. ഇന്ത്യക്ക് ഏത് രാജ്യത്തിൽ നിന്നുമുള്ള എണ്ണ വാങ്ങലിനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്ന കാര്യം റഷ്യൻ പ്രസിഡന്റിന്റെ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രഖ്യാപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ട്രംപ് അവകാശപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം ഉണ്ടായതെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. കരാർ പ്രകാരം ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുകയും അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ ഈ വാദം തള്ളിക്കൊണ്ടാണ് പെസ്കോവ് പ്രതികരിച്ചത്. ഇന്ത്യക്ക് റഷ്യ മാത്രമല്ല എണ്ണ നൽകുന്നതെന്നും ഇന്ത്യ ഏറെക്കാലമായി വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റഷ്യ ഇന്ത്യയുടെ ഏക എണ്ണ വിതരണക്കാരനല്ലെന്ന കാര്യം ഞങ്ങൾക്കും ലോകത്തിലെ ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർക്കും നന്നായി അറിയാം. ഇന്ത്യ എപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്നുമാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങി വന്നിട്ടുള്ളത്. അതിനാൽ ഇതിൽ പുതുമയോ അസാധാരണതയോ ഒന്നുമില്ല. ഇങ്ങനെയാണ് പെസ്കോവ് പ്രതികരിച്ചത്. ട്രംപ് മോദി ഫോൺ സംഭാഷണത്തിന് പിന്നാലെ തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാത്രി 11 മണിയോടെയാണ് ട്രംപ് വ്യാപാര കരാറിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഈ കരാറിന്റെ വിശദാംശങ്ങൾ ഇതുവരെ ഇന്ത്യയും അമേരിക്കയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. വ്യാപാര കരാർ സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉയർന്ന താരിഫ് കുറച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഇനി 18% കുറഞ്ഞ താരിഫ് ലഭിക്കുമെന്ന് മോദി വ്യക്തമാക്കി. ഈ അത്ഭുതകരമായ പ്രഖ്യാപനത്തിന് 140 കോടി ഇന്ത്യക്കാരുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് നന്ദിയുണ്ടെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു. ഇന്ത്യയും അമേരിക്കയും ലോകത്തിലെ പ്രധാനപ്പെട്ട 2 ജനാധിപത്യ രാജ്യങ്ങളാണ്. രാഷ്ട്രീയ, സൈനിക, സാംസ്കാരിക മേഖലകളിലേക്കൊപ്പം സാമ്പത്തിക രംഗത്തും ഇരു രാജ്യങ്ങളും ശക്തമായ ബന്ധമാണ് പുലർത്തുന്നത്. ഈ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നതിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. വ്യാപാര കരാർ എന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്കുകളും സേവനങ്ങളും എളുപ്പത്തിൽ കൈമാറാൻ വേണ്ടിയുള്ള ധാരണകളുടെ സമാഹാരമാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ പ്രധാന ലക്ഷ്യം ഇരു രാജ്യങ്ങളിലെയും വ്യാപാരം വർദ്ധിപ്പിക്കുക, നിക്ഷേപം ആകർഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുക എന്നിവയാണ്. ഇതിലൂടെ ഇന്ത്യക്ക് വലിയ അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള പ്രവേശനം ലഭിക്കുകയും അമേരിക്കയ്ക്ക് വേഗത്തിൽ വളരുന്ന ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ കരാറിന്റെ ഭാഗമായി തീരുവകളിൽ ഇളവുകൾ, വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കൽ, സാങ്കേതിക സഹകരണം, സേവന മേഖലകളിലെ അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. IT, ഫാർമസ്യൂട്ടിക്കൽസ്, ഊർജം, പ്രതിരോധം, കൃഷി, നിർമ്മാണം തുടങ്ങിയ മേഖലകൾക്ക് ഈ കരാർ വലിയ പ്രാധാന്യം നൽകുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ IT മേഖലയ്ക്കും സ്റ്റാർട്ടപ്പ് രംഗത്തിനും അമേരിക്കൻ വിപണി വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.